ഹലോ വെൽക്കം ടു അണസ്റ്റ് അക്കാദമി. ഇന്ന് നടന്ന പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഫസ്റ്റ് പാർട്ടാണ് ഇത്. സി കോഡിൻ്റെയാണ്. അപ്പോൾ ഫസ്റ്റ് സി കോഡിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ 50ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് ആൻസർ ഒന്ന് ചർച്ച ചെയ്തിട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ആൻ ഇൻവെർട്ടർ converts AC to high voltage AC, converts DC to AC, converts AC to DC, increases voltage of DC. അപ്പോൾ ഇതാണ് അതിൽ ആദ്യത്തെ ചോദ്യം. ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പം, ലാസ്റ്റ് പോകുന്നതോടെ ഒത്തിരി ടഫായി വരുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ട് വരുന്നെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ തുടക്കത്തിലൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് അതിൽ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും. നല്ല എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ലെക്ചർ ഇൻ പോളി എക്സാമിന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ ആയിരുന്നു ഇന്ന് ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് എക്സാം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ശരിക്കും വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നല്ല കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ആൻ ഇൻവെർട്ടർ എന്താ ചെയ്യാറുള്ളത്? ആൻ ഇൻവെർട്ടർ കൺവേർട്സ് AC to DC ഓർ DC to AC. അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ളൂ. സാധാരണ നമ്മൾ നല്ല പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷെ ഒന്നും അറിയാത്ത ആളതൊന്നും ചിന്തിക്കും AC to DC ആണോ, ബിയും സിയും വെച്ച് ഒരു കൺഫ്യൂഷൻ വരാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ്, AC-നെ DC ആക്കി മാറ്റുന്നത് ആരാണ്? അത് റെക്ടിഫയർ ആണ് അല്ലേ. AC-നെ DC ആക്കി മാറ്റുന്നത് റെക്ടിഫയറും DC-യെ AC ആക്കി മാറ്റുന്നത് ആരാണ്? അത് ഇൻവെർട്ടർ ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ആൻ ഇൻവെർട്ടർ കൺവേർട്സ് DC to AC. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് VLSI സർക്യൂട്ട്സ്? VLSI സർക്യൂട്ട്സിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്? വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നത് ജർമേനിയം, ഗാലിയം ആർസനൈഡ്, സിലിക്കൺ കാർബൈഡ്. നമുക്കറിയാം VLSI സർക്യൂട്ട്സിലൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്? മെയിനായിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ സിലിക്കൺ ജർമ്മനിയാണ് കുറച്ചുകൂടെ നമ്മൾ പരിചയമുള്ള രണ്ട് കോമ്പണൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ആരാണ്? സിലിക്കൺ ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് VLSI സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് സിലിക്കൺ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാറ്ററീസ് ഹാവ് ദ ഹൈയസ്റ്റ് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി? ഏറ്റവും കൂടുതൽ ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി ഉള്ളത് ഏതിലാണ്? ലെഡ് ആസിഡ് ബാറ്ററി, ലിഥിയം അയോൺ ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി, സിങ്ക് കാർബൺ ബാറ്ററി. ഇതിൽ ലിഥിയം അയോൺസ് ആണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ആൻഡ് ഇവിടെ ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇസ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് ഓഫ് മാസ്. ഒരു യൂണിറ്റ് ഓഫ് മാസിൽ എത്ര എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർ ചെയ്തിരിക്കണമെന്നാണ്. അതിന് നമ്മൾ WH/കിലോഗ്രാം എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം എനർജിയാണ് ഒരു യൂണിറ്റ് മാസിൽ അത് സ്റ്റോർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവിടെ ലിഥിയത്തിൻ്റെ ലൈറ്റ് വെയിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഹൈ ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യലും കൂടി ആവുന്ന സമയത്ത് എഫിഷ്യൻ്റ് ആയിട്ടും എനർജി സ്റ്റോറേജ് നമ്മൾക്ക് പോസിബിൾ ആയിരിക്കും. അപ്പോൾ ഹയസ്റ്റ് ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി ഏതിനാണുള്ളത്? അത് ലിഥിയം അയോൺ ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി കൂടുന്ന ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലിഥിയം അയോൺ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് 150 മുതൽ 250 Wh/kg ആണ്. അതേപോലെ അത് WH/kg ആണ്. അതേപോലെ ലെഡ് ആസിഡ് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്ട് 30 മുതൽ 50 വരെയാണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. നിക്കൽ കാഡ്മിയം ആണെന്നുണ്ടെങ്കിൽ ഒരു 40 മുതൽ 60 വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് വരുന്നത്. സിങ്ക് കാർബൺ ബാറ്ററീസ് ആണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കലി ലെസ് ദാൻ ഒരു 50 Wh/kg ആണ് അതിന് സാധാരണ വരിക. അപ്പോൾ ഇത് തന്നെ നമുക്ക് മനസ്സിലായില്ല, ഏറ്റവും കൂടുതൽ ഗ്രാവിമെട്രിക് എനർജി ഡെൻസിറ്റി ഉള്ളത് ആർക്കാണ്? അത് ലിഥിയം അയോൺ ബാറ്ററിക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ ഫങ്ഷൻസ് ആസ് എ. ഒരു ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ എങ്ങനെ അത് ഫങ്ഷൻ ചെയ്യും? ഡിപ്പെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണോ, ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടാണോ, ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് ആയിട്ടാണോ, അതോ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ് ആയിട്ടാണോ അത് ഫങ്ഷൻ ചെയ്യാം? ഒരു ചാർജ്ഡ്
ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് മറ്റുള്ള ബാറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. അതിൽ എത്രത്തോളം കറണ്ട് ഡ്രോൺ ചെയ്താലും അതിനുള്ള ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് വെളിയിൽ വരുന്ന എക്സ്റ്റേണൽ കൺട്രോളോ അല്ലെങ്കിൽ സർക്യൂട്ട് വേരിയബിൾസിനൊന്നും അതെന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും അത് ഫംഗ്ഷൻ ചെയ്യുക? ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ടായിരിക്കും അതെന്ത് ചെയ്യുക, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഡിപ്പെൻഡന്റ് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ബാക്കിയുള്ള എല്ലാ വോൾട്ടേജും കറണ്ട് ആണെങ്കിലും ശരി ബാക്കിയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺട്രോളിനെയും സർക്യൂട്ട് വേരിയബിൾസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആണ് ആൻഡ് അവിടെ അത് വോൾട്ടേജ് ആണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ചാർജ്ഡ് ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് എന്താണ്, ഫംഗ്ഷൻ ആസ് എ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. പിന്നെ 8051 മൈക്രോ കൺട്രോളർ ഹാസ് എ ഡാഷ് വൈഡ് അഡ്രസ് ബസ്. നമുക്കറിയാം 8051 പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പറയുന്നത് 8 ബിറ്റ് ഡാറ്റാ ബസ്സും ഉണ്ട്, 16 ബിറ്റ് അഡ്രസ് ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ 8051 കുറിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിക്കുക അല്ലെ. അപ്പൊ ഇതിൽ അത്യാവശ്യം കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള നമ്മൾ 8086 അതിൽ പഠിക്കണ്ടായിരുന്നു, 8086 ഒക്കെ നമുക്ക് പഠിക്കണ്ടായിരുന്നു അല്ലെ, 803 86 എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി എല്ലാ ബിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 8051 മൈക്രോ കൺട്രോളറിന്റെ അഡ്രസ് ബസ്സിൽ എത്ര ബിറ്റാണുള്ളത്? അത് 6 ബിറ്റാണുള്ളത്. അപ്പൊ എന്താ വരിക, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ, 8051 മൈക്രോ കൺട്രോളർ ഹാസ് ഡാഷ് ഓഫ് റീഡ് ഓൺലി മെമ്മറി. തന്നിരിക്കുന്നതിൽ എത്ര റീഡ് ഓൺലി മെമ്മറിയുടെ, അതായത് റോമിന്റെ കപ്പാസിറ്റി ചോദിക്കണം. നമുക്ക് റാമിന്റെയും റോമിന്റെ ഒക്കെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അല്ലെ. 8051 4 MB ആണോ, 64 KB ആണോ, 4 GB ആണോ, 4 KB ആണോ, എന്താ വരിക? 8051 മൈക്രോ കൺട്രോളറിൽ അതിലെ റോമിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 KB ആണ് വരിക. അതേ സമയത്ത് റാമിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ റാം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 128 ബൈറ്റ് ആയിരുന്നു, 128 ബൈറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ നമ്മൾക്ക് 8052 ഉണ്ടായിരുന്നു. 8052 ആവുന്ന സമയത്ത് റോം 8 KB ആവും, അതേ സമയത്ത് റാം 256 ആവും. ഓക്കെ, ഇതിന് ഇരട്ടിയാവും കേട്ടോ 8052 ആവുന്ന സമയത്ത് മൈക്രോ കൺട്രോളർ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം 8051 മൈക്രോ കൺട്രോളറിന് റോമിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 KB ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, GSM മൊബൈൽ ടെക്നോളജി യൂസസ്. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, എനിക്ക് തോന്നുന്നു ലെക്ചറിൽ തന്നെ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. GSM മൊബൈൽ ടെക്നോളജിയിൽ എന്താ യൂസ് ചെയ്യുന്നത്? FDMA ഓൺലി, TDMA ഓൺലി, both TDMA and FDMA, CDMA and FDMA. ഓക്കെ, അപ്പൊ ഇതില് GSM മൊബൈൽ ടെക്നോളജിയിലും പ്രധാനമായിട്ടും നമ്മൾക്ക് ഏതൊക്കെ ആക്സസ് ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുന്നത്? ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസും ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസും ആണ് നമ്മൾ ഉള്ളത്. പക്ഷെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ചോദ്യം, CDMA ഏത് ഹാൻഡ് ഓഫ് യൂസ് ചെയ്യുന്നത്? അത് സോഫ്റ്റ് ഹാൻഡ് ഓഫ് ആണ്. ഓക്കെ, അങ്ങനെ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ഓർമ്മ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ GSM മൊബൈൽ ടെക്നോളജി യൂസസ് ബോത്ത് TDMA and FDMA. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി ബാൻഡ് ഇസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ? കൊമേഴ്ഷ്യൽ മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ബാൻഡ് ഏതാണെന്നാ ചോദിക്കാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ. ഹൈ ഫ്രീക്വൻസി ബാൻഡ്, അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ്, വെരി ലോ ഫ്രീക്വൻസി ബാൻഡ്, കാ ബാൻഡ്, ഇതിൽ കെ ബാൻഡ്. അപ്പൊ ഇതിൽ ഏതാണ് നമ്മളുടെ കൊമേഴ്ഷ്യൽ മൊബൈൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബാൻഡ്? അത് അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following semiconductor material is used in the manufacture of white light emitting LED? അതായത് വൈറ്റ് കളർ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന LEDസിന്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്ന സെമികണ്ടക്ടർ മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇതില് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അല്ലേ ഇത്. നമുക്കറിയാം LED യൂസ് ചെയ്യുന്ന സമയത്ത് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ജർമ്മേനിയം വരില്ല, സിലിക്കണും വരില്ല. പിന്നെ ഒരു ഓപ്ഷൻ ഗാലിയം ആർസനൈഡും ഇന്ത്യൻ ഗാലിയം ആർസനൈഡാണ്. ഇതിൽ ഗാലിയം ആർസനൈഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ ഒരു ഓപ്ഷൻ വരില്ല. അപ്പോൾ സപ്പോസ് ഇന്ത്യൻ ഗാലിയം നൈട്രൈഡ് ആണ് വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യണമെന്ന് അറിയാത്ത ഒരാൾക്ക് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇന്ത്യം ഗാലിയം
നൈട്രൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ദ ഫോളോയിങ് ഡിവൈസസ് ഈസ് ആൻ ആക്റ്റീവ് ഡിവൈസ്. ആക്റ്റീവ് ഡിവൈസും പാസീവ് ഡിവൈസും നിന്ന് എത്ര എളുപ്പത്തിലാണ് ചോദിച്ചില്ല, ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക. FET ആണോ, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ആണോ, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണോ, സെറാമിക് കപ്പാസിറ്റർ ആണോ? നമുക്കറിയാം ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾസ് ആയിരിക്കാം. ആക്റ്റീവ് ഡിവൈസ് പോട്ടെ, നമുക്ക് പാസീവ് ഡിവൈസസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാ? റെസിസ്റ്ററും കപ്പാസിറ്ററും അല്ലേ? റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ആണ്. ഇത് മൂന്നെണ്ണമാണ്. അപ്പൊ ഓപ്ഷൻ തന്നെ മനസ്സിലായില്ലേ? കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, അപ്പൊ അത് വേണ്ട. സെറാമിക് കപ്പാസിറ്റർ, അപ്പൊ അതും വേണ്ട. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, അപ്പൊ അതും വേണ്ട. അപ്പൊ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ് ഇതിന് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിൽ ഫീൽഡ് എഫക്ട് നമുക്കറിയാം, ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട നമ്മുടെ FET, JFET, BJT ഒക്കെ നമ്മുടെ പ്രധാനപ്പെട്ട ആക്റ്റീവ് ഡിവൈസുകൾ നമ്മൾ പഠിക്കുന്നതിൽ. അപ്പൊ അതിൽ തന്നെ FET ആണ് നമുക്ക് ഇതിൽ ഓപ്ഷൻ തന്നിരിക്കും. പക്ഷെ സപ്പോസ് അറിയില്ല എന്നുണ്ടെങ്കിൽ പാസീവ് ഡിവൈസ് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആക്റ്റീവ് ഡിവൈസ് ഏതൊക്കെയാണ് കൺഫ്യൂഷനുള്ള ആളുകൾക്കും സുഖമായിട്ട് എഴുതാം. അങ്ങനെ അറിയാത്ത ആൾക്കാർ ഉണ്ടാവില്ല. സപ്പോസ് ആദ്യമായിട്ടൊക്കെ പരീക്ഷ എഴുതുന്ന ഒരാൾക്ക് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഓപ്ഷൻ തന്നെ നമുക്കത് റെസിസ്റ്ററും കപ്പാസിറ്ററും പാസീവ് ആണെന്നുള്ളത് അറിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആക്റ്റീവ് ഇന്നതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണല്ലോ കറക്റ്റ് ആൻസർ. റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഓഫ് എ സെന്റർ ടാപ്ഡ് റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ടേബിൾ തന്നെ വെച്ച് പഠിച്ചിട്ടുണ്ടാവില്ലേ? റെക്ടിഫയറിന്റെ ആ ഒരു ടേബിള്, IDCയും അതിന് നമ്മുടെ ആവറേജ് കറണ്ട്, ആവറേജ് വോൾട്ടേജ്, RMS കറണ്ട്, RMS വോൾട്ടേജിന്റെ എഫിഷ്യൻസി അതൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിപ്പിൾ ഫാക്ടർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ടേബിളിലുള്ളതാണ്. അതൊന്നും വേണ്ട, നമുക്കറിയാം ഒരു ഫുൾ വേ റെക്ടിഫയർ അല്ലേ? സെന്റർ ടാപ്പ് റെക്ടിഫയർ എന്ന് പറയുന്നത് ഒരു ഫുൾ വേ റെക്ടിഫയർ ആണ്. ഫുൾ വേ റെക്ടിഫയർ രണ്ടെണ്ണം ഉണ്ട്, സെന്റർ ടാപ്പും ഉണ്ട്, ബ്രിഡ്ജും ഉണ്ട്. അപ്പോൾ ഈ സെന്റർ ടാപ്പിനും ബ്രിഡ്ജിനും സെയിം എഫിഷ്യൻസിയാണ്. ഹാഫ് വേ റെക്ടിഫയറിന്റെ ആണ് 40.6% എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ല നമ്മുടെ ആൻസർ. 81.2, അതിന്റെ ഇരട്ടി ആയിരിക്കും നമ്മളുടെ ഫുൾ വേവ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ 81.2% ആണ് സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാൻഡ് ഗ്യാപ്പ് എനർജി ഓഫ് സിലിക്കൺ അറ്റ് 300 കെൽവിൻ ടെമ്പറേച്ചർ. 300 കെൽവിൻ ടെമ്പറേച്ചറിലുള്ള സിലിക്കണിന്റെ ബാൻഡ് ഗ്യാപ്പ് എനർജി ചോദിക്കണം. ബാൻഡ് ഗ്യാപ്പ് ആണ് ഇവിടെ ആദ്യം തന്നിരിക്കുന്നത്, നമ്മളുടെ കട്ടിംഗ് വോൾട്ടേജ് ആണ് അല്ലേ? അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ 0.7 അല്ല, ഇത് രണ്ടും അല്ല. പിന്നെ നമുക്കറിയാം പൊതുവെ ബാൻഡ് ഗ്യാപ്പ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ 0 കെൽവിനിലും പഠിച്ചിട്ടുണ്ടാവും, 300 കെൽവിനിലും പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ 0 കെൽവിനിൽ നിന്ന് ഇങ്ങനെ പോയി അത് കൂടുന്ന സമയത്ത് നമുക്ക് ബാൻഡ് ഗ്യാപ്പ് എനർജിന്റെ വാല്യൂ കുറയും. ശരിക്കും 1.21 വോൾട്ട് ആയിരിക്കും നമ്മൾ 0 കെൽവിനിൽ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് 1.12 ഇലക്ട്രോൺ വോൾട്ട് ആവുക ചെയ്യുക. വോൾട്ട് അല്ല കേട്ടോ, അതിന്റെ യൂണിറ്റ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, an RC phase shift oscillator with 3 identical RC stages uses an inverting amplifier with a gain of -30. Each stage has R is equal to 10 kilo ohm, C is equal to 10 nanofarad. What is the total phase shift provided by the 3 RC stages at the oscillation frequency? Oscillation frequency യിൽ ഈ പറയുന്ന 3 RC stages കൊടുക്കുന്ന ടോട്ടൽ phase shift എന്താണെന്ന് ചോദിക്കണം. 3 RC stages നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾക്ക് അറിയാം ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ മൊത്തം 360 ഡിഗ്രി വേണം. അതിൽ 180 ഡിഗ്രി കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന 3 RC സ്റ്റേജ്. 60, 60, 60 ആണ് ഓരോ RC സ്റ്റേജിന്റെയും ഡിഗ്രി വരിക അല്ലെ? അപ്പൊ നമുക്ക് ആൻസർ ഏതാ വരാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 180 ഡിഗ്രി. ഓക്കെ, ഒന്നിന്റെ ആണെന്നുണ്ടെങ്കിൽ അത് 60 ഡിഗ്രി. അത് ഐഡിയൽ കേസ് ആണെങ്കിൽ അത് 90 ഡിഗ്രി ആയിരിക്കും ഒന്നിനുള്ളത് കേട്ടോ. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് വിത്ത് കപ്പാസിറ്റർ ഫിൽറ്റർ ദ ഇൻപുട്ട് ഈസ് 50 ഹെർട്സ് സൈൻ വേവ് ആണ്. ഇൻപുട്ട് 50 ഹെർട്സ് സൈൻ വേവ് ആണ്. ഇഫ് ദ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോ ഓം ആണ്. ഫിൽറ്റർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 100 മൈക്രോഫാരഡ് ആണ്. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് റിപ്പിൾ ഫാക്ടർ ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ഉണ്ട് 1/4√3 1/4√3 FCRL. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ് സൈൻ വേവ്. പക്ഷെ ഇത് ഫുൾ വേവ് റെക്ടിഫയർ ആണല്ലോ, അപ്പൊ ട്വൈസ് ദ ഫ്രീക്വൻസി എടുക്കണം. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 × 2 = 100 ഹെർട്സ് വരും. ഓക്കെ, ഇതിൽ നമ്മളുടെ പ്രോബ്ലത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 1/√3 എന്ന് പറയുന്നത് 0.577 തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 0.577 ആണ്. ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ഫ്രീക്വൻസി 100 വരും, ഇൻറ്റു കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 100 × 10⁻⁻⁶
6 വരും ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോ ഓം ആണ്. അപ്പോൾ 1 × 10⁻3. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഒരു 0.0144 എന്ന് കിട്ടും. അത് അപ്രോക്സിമേറ്റ്ലി തന്നിരിക്കുന്ന ഓപ്ഷനിൽ 0.012 ആണ്. ചില ആളുകൾ ഫ്രീക്വൻസിനെ ഡബിൾ ചെയ്യാണ്ട് എടുക്കും. അപ്പം നമുക്ക് ഓപ്ഷൻ തെറ്റിയിട്ട് വരും കേട്ടോ. ഓക്കെ, ആ ഓപ്ഷനും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ വരിക? 0.012 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ ടണൽ ഡയോഡ് ഇൻ ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സ്? ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ നമ്മൾ ടണൽ ഡയോഡ് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് PN ജംഗ്ഷൻ? സ്റ്റാൻഡേർഡ് PN ജംഗ്ഷൻ ഡയോഡ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ടണൽ ഡയോഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമുക്ക് ഇതിന് ആൻസർ വരിക ഹയർ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണോ, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണോ, ലോവർ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ആണോ, ഇംപ്രൂവ്ഡ് തെർമൽ സ്റ്റെബിലിറ്റി ആണോ? നമുക്കറിയാം പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. അപ്പോൾ പ്രൈമറി അഡ്വാൻറ്റേജ് ഇത് ഹൈ ഫ്രീക്വൻസി സർക്യൂട്ട്സിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ക്വാണ്ടം ടണലിംഗ് എന്നുള്ള ഫിനോമിന കാരണമാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അതിൽ ഉണ്ടാവുന്നത്. ആ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സിന് ആംപ്ലിഫയേഴ്സിലൊക്കെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, വൈ ഈസ് എ ക്ലാസ് D ആംപ്ലിഫയർ പ്രിഫേർഡ് ഇൻ മോഡേൺ പോർട്ടബിൾ ഡിവൈസസ് ഓവർ എ ക്ലാസ് A ആംപ്ലിഫയർ? ക്ലാസ് A ആംപ്ലിഫയറിനേക്കാളും കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് ക്ലാസ് D ആംപ്ലിഫയറിലാണ്. എന്തുകൊണ്ടാണ്? ഹയർ ലീനിയാരിറ്റി ആണോ, ഗ്രേറ്റർ എഫിഷ്യൻസി ആണോ, ലോവർ ഇൻപുട്ട് ഇംപീഡൻസ് ആണോ, റെഡ്യൂസ്ഡ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ ആണോ? നമ്മളുടെ ക്ലാസ് എന്ന് നമ്മൾ ഡിയിലേക്ക് വരുന്തോറും അവിടെ എന്ത് പറ്റും? എഫിഷ്യൻസി കൂടും, ഡിസ്റ്റോർഷനും കൂടും അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ അത് ഏതാണ് വരിക? അത് നമ്മളുടെ ഗ്രേറ്റർ എഫിഷ്യൻസി ആണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നമുക്കറിയാം ക്ലാസ് A ആംപ്ലിഫയർ ആണെന്നുണ്ടെങ്കിൽ 25 റെസിസ്റ്റർ ലോഡ് ഉണ്ട്, ട്രാൻസ്ഫോമറിന്റെ ഉണ്ട്. അപ്പൊ അതിൽ റെസിസ്റ്റൻസ് ലോഡ് ആണെങ്കിൽ 25 വരും. ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 50 വരെ വരും അല്ലേ? B ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചുകൂടെ കൂടുതലായിരിക്കും, 50 ഒരു 78.5 ആ റേഞ്ചിൽ വരും. ഈ 50 78.5 റേഞ്ചിനിടയിലായിരിക്കും ABക്ക് വരിക. C ആകുമ്പോൾ കുറച്ചുകൂടെ അതിനേക്കാളും കൂടുതൽ, D ആകുമ്പോൾ. അപ്പൊ അങ്ങനെ ഓരോ ആംപ്ലിഫയറിന്റെ ഇത് കൂടുന്തോറും അതിന്റെ എഫിഷ്യൻസി അതിനനുസരിച്ചിട്ട് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വരുന്നത് ഗ്രേറ്റർ എഫിഷ്യൻസിയാണ്. വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഓവർ ആൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ? ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഹയർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, സിമിലർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്, ലോവർ പവർ റിക്വയർമെന്റ്, ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ. എന്താണ് വരിക? അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി തന്നെയാണ് കേട്ടോ. നമ്മൾ സിമിലർ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഒന്നും അല്ല അല്ലെ? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നമുക്ക് രണ്ടെണ്ണം വരുന്നത്, പാരലൽ RCയും സീരീസ് RC. അപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ഓപ്ഷൻ അല്ല. പിന്നെ ഗ്രേറ്റർ ആംപ്ലിറ്റ്യൂഡ് കൺട്രോൾ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ പവർ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സാധനം, അതായത് ഇത്രയും കോമ്പണൻസ് ഒക്കെ അവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പവർ അവിടെ കൂടും. അപ്പോൾ ലോവർ പവർ റിക്വയർമെന്റ് ഒന്നും അല്ല. അപ്പൊ നമുക്ക് RC ഫേസ് ഷിഫ്റ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഹയർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉള്ളത് ആർക്കാണ്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിലാണ്. എല്ലാ തവണയും ചോദിക്കുന്നതാണ് കേട്ടോ ഈ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചോദ്യം വരും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ മേക്സ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ മെമ്മറി ആപ്ലിക്കേഷൻസ്? മെമ്മറി ആപ്ലിക്കേഷൻസിലായി ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് കാരണം എന്താണ്? കണ്ടിന്യൂസ് ഓസിലേഷൻ, സിംഗിൾ സ്റ്റേബിൾ സ്റ്റേറ്റ്, 2 സ്റ്റേബിൾ സ്റ്റേറ്റ്, ഓട്ടോമാറ്റിക് ട്രിഗറിംഗ്. അപ്പോൾ ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ കേസ് എടുക്കുന്ന സമയത്ത് മെമ്മറി ആപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് അല്ലേ? അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അതിന്റെ 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, a 3-stage BJT amplifier must handle signals from 0 Hz to 100 kHz. Which of the following coupling method is suitable for this amplifier? നമുക്ക് ബേസിക്കലി നമുക്കറിയാം ഒരു 3-stage BJT ആംപ്ലിഫയറിൽ നമുക്ക് ഒരു 0 Hz മുതൽ പോകണമെന്നുണ്ടെങ്കിൽ അല്ലേ, 0 Hz വരാണെന്നുണ്ടെങ്കിൽ അത് എന്താ DC ആണ് വരുന്നത്. അത് പൊതുവെ ഡയറക്റ്റ് കപ്ലിംഗിലാണ് വരിക. ഓക്കെ, അപ്പോൾ 0 Hz to 100 kHz റേഞ്ചിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ താഴ്ത്തന്നിരിക്കുന്ന ഏത് കപ്ലിംഗ് മെത്തേഡാണ് ആംപ്ലിഫയറിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? RC കപ്ലിംഗ് അല്ല, ട്രാൻസ്ഫോമർ കപ്ലിംഗ് അല്ല, ട്യൂൺഡ് കപ്ലിംഗ് അല്ല, അത് ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഇസ് മോസ്ഫെറ്റ് പ്രിഫേർഡ് ഓവർ എ JFET ഇൻ ഡിജിറ്റൽ സ്വിച്ചിങ് ആപ്ലിക്കേഷൻസിൽ? എന്തുകൊണ്ടാണ് നമ്മൾ
മോസ്ഫെറ്റ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ജെഫെറ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത് അല്ലെ. സ്വിച്ചിങ് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മോസ്ഫെറ്റാണ് അല്ലെ. അപ്പോൾ ഹയർ ട്രാൻസ് കണ്ടക്ടൻസ്, നോ ഗേറ്റ് കറന്റ് റിക്വയർമെന്റ്, ലോവർ ഇൻപുട്ട് കപ്പാസിറ്റൻസ്, ഗ്രേറ്റർ തെർമൽ സ്റ്റെബിലിറ്റി. ഇതിൽ ഏതാ വരിക? ഇതിൽ ആൻസർ വരുന്നത് നോ ഗേറ്റ് കറന്റ് റിക്വയർമെന്റ് ആണ് വരിക. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മോസ്ഫെറ്റിന്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ ഇൻസുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഗേറ്റ് ഒക്കെ. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഗേറ്റ് കറന്റ് റിക്വയർമെന്റ് നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ജെഫെറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോസ്ഫെറ്റ് അവിടെ യൂസ്ഫുൾ ആവുന്നത് സ്വിച്ചിങ് ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ. ഓക്കെ, in a voltage regulator circuit using a Zener diode with a 9 volt breakdown voltage, a 300 ohm ആണ് കേട്ടോ. ഈ 300 ohm series resistor and a 15 volt input voltage. What is the current flowing through the Zener diode when the load resistance is 900 ohm? ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഈ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട്സിൽ അതിന് സെനർ ഡയോഡ് ഉണ്ട്. സെനർ ഡയോഡ് വെച്ചിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതിന് 9 വോൾട്ടേജ് ആണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരുന്നത്. ഒരു 300 ഓം ആണ് സീരീസ് റെസിസ്റ്റർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് 15 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സെനർ ഡയോഡ് വെൻ ദ ലോഡ് റെസിസ്റ്റൻസ് 900 ഓം ആകുമ്പോൾ നമ്മൾക്ക് അതിൽ കൂടെ സെനറിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ആദ്യം നമുക്ക് എഴുതാം. തന്നിട്ടുണ്ട് ലോഡ്, അതിന് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിട്ടുണ്ട് VZ അല്ലേ. 1 സെക്കൻഡ്. VZ എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 9 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ. ലോഡ് വോൾട്ട് നമുക്ക് സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നിട്ടുണ്ട്. പിന്നെ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RS എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 300 ഓം ആണ് തന്നിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 15 വോൾട്ടാണ് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സെനർ ഡയോഡ്? കറണ്ട് സെനറിൽ കൂടെ ഉള്ള കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. തന്നിട്ടുണ്ട് ലോഡ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 900 ഓം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾക്ക് കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ നമുക്ക് അറിയണം അല്ലേ. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഇതിൽ സീരീസ് റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു V in മൈനസ് VZ ഡിവൈഡ് ബൈ RS ആണെന്നുള്ളത് നമുക്ക് ഫോർമുല നമുക്ക് അറിയാം. അപ്പൊ ഇതിൽ നിന്ന് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 15 എന്നറിയാം, മൈനസ് VZ എന്ന് പറയുന്നത് നമുക്ക് 9 ആണെന്ന് അറിയാം. റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് 300 ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇതെങ്ങനെ വരെ 15 മൈനസ് 9 നമ്മൾക്ക് 6 കിട്ടും. 6/300 കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 0.02 ആംപിയർ. ഇതാണ് എന്ത് വരിക? സീരീസ് റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് വരിക. നമ്മൾ ചോദിച്ചിരിക്കുന്നുണ്ട് IZ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. IZ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? IZ ഈസ് ഈക്വൽ ടു സെനറിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് സീരീസ് റെസിസ്റ്ററിൽ കൂടിയുള്ള കറണ്ട് മൈനസ് ലോഡ് റെസിസ്റ്ററിൽ കൂടുതൽ കറണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് വരിക അല്ലേ. അപ്പോൾ ISന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.02 ആംപിയർ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു അത് 20 മില്ലി ആംപിയർ ആണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ മില്ലി ആംപിയറിലാണുള്ളത്. അപ്പോൾ 20 മില്ലി ആംപിയർ മൈനസ് ലോഡ് കറണ്ട് തന്നിട്ട് ലോഡ് കറണ്ട് കണ്ടുപിടിക്കണം അല്ലേ. ലോഡ് കറണ്ട് എന്ന് പറയുന്നത് IL ഇസ് ഈക്വൽ ടു എന്താ വരിക? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് V/R ആണല്ലോ വരിക. അപ്പോൾ അതിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 9 ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് 9 ആണ്. ലോഡ് റെസിസ്റ്ററിൽ കൂടിയുള്ള ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത് 900 ആണ്. അപ്പൊ നമുക്ക് 9/900 ചെയ്യുന്ന സമയത്ത് അത് 10 മില്ലി ആംപിയർ എന്ന് കിട്ടും. അപ്പോൾ 20 മില്ലി ആംപിയർ മൈനസ് 10 മില്ലി ആംപിയർ എന്ന് പറയുന്നത് എന്താ കിട്ടുക? 10 മില്ലി ആംപിയർ ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് 21 ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് എ കാസ്കോഡ് ആംപ്ലിഫയർ? അതായത് BJT നമുക്കറിയാം. കാസ്കോഡ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അത് 2 ട്രാൻസിസ്റ്ററിന്റെ കോമ്പിനേഷൻ അല്ലേ. ഒന്നുകിൽ BJT അല്ലെങ്കിൽ BJT FET ആ കോമ്പിനേഷൻ വരാം. അതിൽ BJT FET കോമ്പിനേഷൻ 2 BJT ഉള്ള ആ കോമ്പിനേഷനേക്കാളും പ്രിഫർ ചെയ്യുന്നു ഇൻ ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിൽ. എന്തുകൊണ്ടാണ് BJT FET കോമ്പിനേഷൻ 2 BJT ആംപ്ലിഫയർ കോമ്പിനേഷനേക്കാളും പ്രിഫർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ലോവർ ഇൻപുട്ട് കപ്പാസിറ്റൻസ്, ഹയർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, റെഡ്യൂസ്ഡ് മില്ലർ എഫക്ട്, ഇൻക്രീസ്ഡ് ഹാർമോണിക് ഡിസ്റ്റോർഷൻ. എന്തുകൊണ്ടാണ് അത് വരുന്നത്?
കാസ്കോഡ് കോൺഫിഗറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് അവിടെ മില്ലർ കപ്പാസിറ്റൻസ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ. മില്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ലാർജ് ആവുന്ന ഒരു ഫിനോമിനൻ, കാരണം ഡ്യൂ ടു വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ കാരണം ലാർജ് ആവുന്ന ആ ഫിനോമിനെ പറയുന്ന പേരാണ് മില്ലർ എഫക്റ്റ്. ഈ മില്ലർ എഫക്റ്റ് കാരണം ഈ പറയുന്ന മില്ലർ കപ്പാസിറ്റൻസ് ഉണ്ടാവുക. ഇത് സാധാരണ ഏതെങ്കിലും രണ്ട് നോഡ്സ് ഒരു സർക്യൂട്ടിന് ഇടയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ട്രാൻസിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് ടെർമിനലിന്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന ആ കപ്പാസിറ്റൻസ് ആണ് ഈ പറയുന്ന മില്ലർ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഈ സംഭവം റെഡ്യൂസ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യും? രണ്ട് BJT വെക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് ഒരു BJT FET കോമ്പിനേഷൻ വെക്കുമ്പോൾ. അതിൽ ഈ പറയുന്ന മില്ലർ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താവും, നല്ലോണം റെഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ വാട്ട് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്റ്റാഗേർഡ് ട്യൂണിങ് ഓവർ ഐഡന്റിക്കൽ ട്യൂണിങ്? നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ നമ്മൾ ഐഡന്റിക്കൽ ട്യൂണിങ്ങിനേക്കാളും ബെറ്റർ സ്റ്റാഗേർഡ് ട്യൂണിംഗ് ആണ് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഹയർ ഗെയിൻ കാരണമാണോ, വൈഡർ ബാൻഡ് വിഡ്ത്ത് കാരണമാണോ, ലോവർ നോയ്സ് കാരണമാണോ, ഇംപ്രൂവ്ഡ് ഇൻപുട്ട് ഇംപെഡൻസ് കാരണമാണോ? എന്തുകൊണ്ടാണ് നമുക്കത് സ്റ്റാഗേർഡ് ട്യൂണിംഗ് ആണ് ബെറ്റർ എന്ന് പറയുന്നത്? അവിടെ പ്രധാനമായിട്ട് ഉള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാഗേർഡ് ട്യൂണിംഗ് തന്നെ നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം അവിടെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് വൈഡറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമൽ ട്യൂണിങ്ങിൽ ശരിക്കും കുറവാണ് കിട്ടുക, അവിടെ ഗെയിൻ കൂടി കിട്ടും, പക്ഷെ ബാൻഡ് വിഡ്ത്ത് നമുക്ക് കുറവാണ് കിട്ടുക. അപ്പം അതിനെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന സ്റ്റാഗേർഡ് ട്യൂണിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, വൈഡർ ബാൻഡ് വിഡ്ത്ത് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വിച്ച് കോൺഫിഗറേഷൻ പ്രൊവൈഡ്സ് ദ ഹൈയസ്റ്റ് ഇൻപുട്ട് ഇംപെഡൻസ്? ഇത് നമ്മൾ മുമ്പ് പല ചെറിയ എക്സാമ്പിൾക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിച്ചിട്ടുള്ള സാധനമാണ് അല്ലേ. അതൊരു ടേബിളായി പഠിച്ചിട്ടുണ്ടാകും. കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, കോമൺ ബേസ്, കോമൺ എമിറ്റർ, ഇത് മൂന്നിൻ്റെ പ്രധാനപ്പെട്ട ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ലോ ഇൻപുട്ട് ഇംപെഡൻസ്, അല്ലെങ്കിൽ ഗെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൽ ഹൈ ഇൻപുട്ട് ഇംപെഡൻസും ലോ ഔട്ട്പുട്ട് ഇംപെഡൻസും വരുന്നത് ആർക്കാണ്? അത് കോമൺ കളക്ടർ കോൺഫിഗറേഷനാണ്. അവിടെ കറണ്ട് ഗെയിനും കൂടുതലായിരിക്കും. ഇയാളുടെ നേരെ ഓപ്പോസിറ്റുള്ള കാര്യങ്ങളാണ് ആർക്ക് വരിക? കോമൺ ബേസിന് വരിക. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹയസ്റ്റ് ഇൻപുട്ട് ഇംപെഡൻസ് നമുക്ക് കൊടുക്കുന്നത് ആരാണ്? അത് കോമൺ കളക്ടർ ആണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ദ ക്ലാസ് AB പവർ ആംപ്ലിഫയർ ഓവർ എ ക്ലാസ് B ആംപ്ലിഫയർ? ക്ലാസ് B ആംപ്ലിഫയറിനെ വെച്ച് നോക്കുന്ന സമയത്ത് ക്ലാസ് AB ആംപ്ലിഫയർ എഫിഷ്യൻ്റ് ആണ് കുറച്ചുകൂടെ അല്ലേ. അപ്പോൾ ഈ ബീനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബീൻ്റെ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനമാണ് ക്ലാസ് എൻ്റെയും ക്ലാസ് ബീനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ക്ലാസ് AB പവർ ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈമറി അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഹയർ ഔട്ട്പുട്ട് പവർ, റെഡ്യൂസ്ഡ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ, ഇംപ്രൂവ്ഡ് ഇൻപുട്ട് ഇംപീഡൻസ്, ഗ്രേറ്റർ തെർമൽ സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ പറയുന്ന ആ ഫിനോമിന അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ട അല്ലേ. നമുക്കറിയാം രണ്ട് ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രാൻസിസ്റ്ററിന്റെ പോസിറ്റീവ് ഹാഫ് കിട്ടി അടുത്ത നെഗറ്റീവ് ഹാഫ് കിട്ടുന്നതിന് ഇടയിൽ ഒരു ഗ്യാപ്പ് വരും അല്ലേ. അപ്പോൾ ആ ഒരു 0 ലെവലിൽ ഒരു ചെറിയ ഡിലേ വരും. ആ ഡിലേ ആണ് ശരിക്കും ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ക്ലാസ് ബിയിലുള്ളത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആര്? ക്ലാസ് AB പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റെഡ്യൂസ്ഡ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. Why is a crystal oscillator preferred in precision applications compared to LC oscillator? നമ്മൾ 3 ഓസിലേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. RC, LC, പിന്നെ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പോൾ ഇതിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് കുറച്ചുകൂടി പ്രിസിഷൻ ആയിട്ടുള്ളത് LC ഓസിലേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതെന്തുകൊണ്ടാണ്? ഹയർ ഗെയിൻ കാരണമാണോ, ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി കാരണമാണോ, ലോവർ പവർ കൺസംഷൻ കാരണമാണോ, അതോ സിംഗിൾ ഡിസൈൻ കാരണമാണോ? എന്തുകൊണ്ടാണ്? ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയാണ്. അത് നല്ല ഹൈ ക്വാളിറ്റി ഫാക്ടറാണ്. ക്യൂ ഫാക്ടർ വളരെ കൂടുതലാണ് ഏതിന്? ഈ പറയുന്ന ക്രിസ്റ്റൽ ഓസിലേറ്ററിന്. ഓക്കെ, അതുകൊണ്ട് ബെറ്റർ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, NPN BJT വിത്ത് കറണ്ട് ഗെയിൻ ബീറ്റ ഓഫ് 100 ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച്. ബീറ്റ 100 ആയിട്ടുള്ള ഒരു NPN BJT സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇൻ വിച്ച് 2 regions ഡസ് ഇറ്റ് പ്രൈമറിലി ഓപ്പറേറ്റ്? പ്രധാനമായിട്ട് 2 റീജിയനിൽ അത് പ്രൈമറി ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. കട്ട് ഓഫും സാച്ചുറേഷൻ ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് എ കണ്ടീഷൻ ദാറ്റ് കുഡ് കോസ് ഇറ്റ് ടു എൻ്റർ ദ ആക്റ്റീവ് റീജിയൻ? അപ്പോൾ അത് ഈ ഒരു റീജിയൻ മാറിയിട്ട് ആക്റ്റീവ് റീജിയനിലേക്ക് അത് പോകാനുണ്ടെങ്കിൽ അത് അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇൻക്രീസിങ് പവർ ഡെസിപ്പേഷൻ. പവർ ഡെസിപ്പേഷന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ആക്റ്റീവ് ആൻഡ് സാച്ചുറേഷൻ, എക്സസീവ് കളക്ടർ കറണ്ട്, സാച്ചുറേഷൻ ആൻഡ് ലീനിയർ ഹൈ ബേസ്,
emitter voltage, cutoff and saturation, insufficient base current, IB less than IC by beta, less than IC by beta, cutoff and active, insufficient collector emitter voltage. അപ്പോൾ ഇതിൽ നമുക്കറിയാം ആ പറയുന്ന കണ്ടീഷൻ പ്രൈമറിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ ഏതാണത് കട്ടോഫും സാച്ചുറേഷൻ ആണ്. വാട്ട് ഇസ് ദ കണ്ടീഷൻ ദാറ്റ് കുഡ് കോസ് ഇറ്റ് ടു എൻഡ്? അത് ആക്റ്റീവ് റീജിയനിലേക്ക് പോകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് IB ബേസ് കറണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ എന്തായിരിക്കണം? IC by ബീറ്റ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, അങ്ങനെ പവർ ഡിസിപ്പേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പം അത് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ രണ്ടെണ്ണമാണ്. ഒന്ന് കട്ട് ഓഫ് സാച്ചുറേഷൻ ആണ് ആ രണ്ട് ഏരിയ എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻസഫിഷ്യന്റ് ബേസ് കറണ്ട് അവിടെ വരുന്നത് കൊണ്ടാണ് ഈ പവർ ഡിസിപ്പേഷൻ അവിടെ കൂടുകയും ഈ പറഞ്ഞ ആക്റ്റീവ് റീജിയനിലേക്ക് അത് എൻട്രി ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കുന്ന സമയത്ത് ഓപ്പൺ സ്വിച്ച് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക വിത്ത് നോ കളക്ടർ കറണ്ട്. കട്ട് ഓഫ് റീജിയനിൽ അത് വർക്ക് ചെയ്യുമ്പോൾ, സാച്ചുറേഷൻ റീജിയനിൽ വർക്ക് ചെയ്യുക പറയുമ്പോൾ അവിടെ ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും, ട്രാൻസിസ്റ്റർ ക്ലോസ് സ്വിച്ച് പോലെ ആയിരിക്കും ആക്ട് ചെയ്യുക, അവിടെ മാക്സിമം കളക്ടർ കറണ്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന IB എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാൻസിസ്റ്റർ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ബേസ് കറണ്ട് കൊടുക്കുമല്ലോ, അത് സഫീഷ്യൻ്റ് ആയിരിക്കണം. അത് സഫീഷ്യൻ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത് ഓൺ ആവില്ല. അപ്പോൾ അതങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് അത് പവർ ഡിസിപ്പേഷൻ അവിടെ കൂടുന്നത്. അടുത്ത അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്തത്, ഫോർ എ ക്ലാസ് A ആംപ്ലിഫയർ ദ ക്വിസന്റ് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് 120 മില്ലി ആംപിയർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് VC = 10 വോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. മാക്സിമം AC പവർ ഔട്ട്പുട്ട് എന്താണ്? മാക്സിമം AC പവർ ഔട്ട്പുട്ട് എന്താണ്? അസ്യൂമിങ് ഇറ്റ് ഈസ് റെസിസ്റ്റീവ്ലി ലോഡഡ് വിത്ത് Q പോയിന്റ് സെന്റേർഡ് ആണ്. റെസിസ്റ്റീവ്ലി ലോഡഡ് ആണെന്ന് പറയുന്നത്. ക്ലാസ് എന്റെ റെസിസ്റ്റീവ്ലി ലോഡഡ് ആയിട്ടുള്ള ക്ലാസ് A ആംപ്ലിഫയറിന്റെ പവർ AC ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. മാക്സിമം AC പവർ PAC എന്ന് പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ V പീക്ക് വാല്യൂ ഇൻറ്റു I പീക്ക് ഡിവൈഡ് ബൈ 2 ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇതിൽ V P എന്ന് പറയുന്നത് VCC by 2 ആയിരിക്കും. VCC നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. 10/2 എന്ന് പറയുന്നത് 5 വോൾട്ട് ആണ്. അപ്പോൾ VP കിട്ടി. ഇനി എന്താണ് പഠിക്കേണ്ടത്? IP എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ICQ-നോട് ഈക്വൽ ആയിരിക്കും. 120 മില്ലി ആംപിയർ ആണ്. അത് നമുക്ക് ഇൻ ടേംസ് ഓഫ് ആംപിയറിൽ എഴുതാം, കാരണം ഇവിടെ വാട്ടിലാണല്ലോ തന്നിരിക്കുന്നത്. അത് ആംപിയറിൽ എഴുതുന്ന സമയത്ത് 0.12 ആംപിയർ ആയിട്ട് മാറും. ഓക്കെ, VP IP കിട്ടിയില്ലേ? അപ്പോൾ ഇനി നമ്മൾക്ക് ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 5 × 0.12 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്ന സമയത്ത് 0.6 ഡിവൈഡ് ബൈ 2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0.3 വാട്ട് ആയിരിക്കും വരിക. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ C 0.3 വാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കൺസിസ്റ്റ് ഓഫ് 3 ഐഡന്റിക്കൽ സ്റ്റേജസ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ 3 ഐഡന്റിക്കൽ സ്റ്റേജസ് ഉണ്ട്. ഓരോന്നിന്റെയും ഗെയിന് 10 തന്നിട്ടുണ്ട്. ടോട്ടൽ ഗെയിൻ ഇൻ ഡെസിബലാണ് ചോദിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, നമുക്ക് തന്നിരിക്കുന്നത് ഡെസിബലിലല്ല. അപ്പൊ നമ്മൾക്ക് അറിയാം 3 ഐഡന്റിക്കൽ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 10 × 10 × 10 ആണ് നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു 10 ക്യൂബ്. ടോട്ടൽ ഗെയിൻ ഇൻ ഡെസിബൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗെയിൻ ഇൻ ഡെസിബൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരിക 20 ലോഗ് വോൾട്ടേജ് ഗെയിൻ ആണ് 10 ക്യൂബ് വന്നിരിക്കുന്നത് അല്ലേ? അല്ലല്ല, ഡെസിബൽ അല്ല, നമുക്ക് തന്നിരിക്കുന്നത് 10 ക്യൂബ് ആണ്. അപ്പോൾ 20 ഇതിനെ നമ്മൾ ഡെസിബിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 20 ലോഗ് 10 ക്യൂബ് വരും. അപ്പോൾ ഇതിങ്ങനെ വരുന്ന സമയത്ത് 60 ലോഗ് 10⁻10 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡെസിബൽ ആണ് ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ഡാർലിംഗ്ടൺ പെയർ ഈസ് ഫോംഡ് വിത്ത് 2 ട്രാൻസിസ്റ്റേഴ്സ് Q1 and Q2 വിത്ത് കറണ്ട് ഗെയിൻസ് 60 and 80 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ തന്നിരിക്കുന്ന 2 ട്രാൻസിസ്റ്റേഴ്സ് നമുക്കറിയാം. ഒരു ഡാർലിംഗ്ടൺ പെയർ എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്ററിന്റെ എമിറ്റർ മറ്റൊരു ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾക്ക് ബേസ് കറണ്ട് ഓഫ് Q1 എന്ന് പറയുന്നത് 10 മൈക്രോ ആംപിയർ ആണ്. വാട്ട് ഈസ് ദ എമിറ്റർ കറണ്ട് ഓഫ് Q2 എന്ന് ചോദിക്കുന്നത്? നമ്മുടെ ഫിഗർ ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് നമ്മുടെ Q1 എന്ന് പറയുന്നത്, ഇത് നമ്മുടെ Q2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്നതാണ് 10 മൈക്രോ ആംപിയർ എന്ന് പറയുന്നത്.
ഇത് Q1 ഇത് Q2. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾക്ക് തന്നിട്ടുണ്ട് β1 β1. അപ്പൊ Q1-ന്റെയാണ് β1, Q2-ന്റെയാണ് β2. അപ്പൊ β1 ഇൻറ്റു β2 നമുക്ക് മനസ്സിലായി 60 ഇൻറ്റു 80 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4800 കിട്ടി. ബീറ്റന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഈ Q2-ൽ കൂടിയുള്ള എമിറ്റർ കറണ്ട് ആണല്ലോ. അപ്പൊ ആദ്യം IE for Q2 കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q2-ൽ കൂടിയുള്ള എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് IE2 എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു β പ്ലസ് 1 ഇൻറ്റു ആദ്യത്തിൽ കൂടെ പോകുന്ന ബേസ് കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ എന്ന് പറയുന്നത് 4800 ആണ് അല്ലെ. 4800 പ്ലസ് 1 ഇൻറ്റു IB1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ബേസ് കറണ്ട് 10 മൈക്രോ ആംപിയർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇൻറ്റു 10 ഇൻറ്റു 10⁻⁻6. അപ്പൊ 4801 ഇൻറ്റു 10 ഇൻറ്റു 10⁻⁻6 അങ്ങനെയല്ലേ വരാ. വിച്ച് ഈസ് ഈക്വൽ ടു 1 2 3 4 5. ഓക്കെ, നമുക്ക് 3 പോയിന്റ് ഇങ്ങോട്ടേക്ക് വെക്കാം. അപ്പൊ 48.01 മില്ലി ആംപിയർ വരെ. അപ്പൊ ഏതാണ്ട് അതിനോട് ഈക്വൽ ആയിട്ടുള്ളത് നമുക്ക് ഏതാ വരുന്നത് 48.61 ആണ്. അപ്പൊ നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A common source FET amplifier with an N-channel MOSFET has transconductance GM is equal to 4 millisiemens, RD is equal to 3 kilo ohm and RS is equal to 0.5 kilo ohm with no bypass capacitor. Calculate the low frequency voltage gain ആണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ലോ ഫ്രീക്വൻസി വോൾട്ടേജ് ഗെയിൻ നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാലോ അല്ലെ. എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? ലോ ഫ്രീക്വൻസി വോൾട്ടേജ് ഗെയിൻ AB is equal to minus GM into RD divided by 1 plus GM into RS which is equal to നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -4 മില്ലിസീമെൻസ് ആണ് ഇൻറ്റു 10⁻³ ആണ് ഇൻറ്റു RD എന്ന് പറയുന്നത് 3 കിലോ ഓം ആണ് 3 ഇൻറ്റു 10³ ആണ് ഡിവൈഡ് ബൈ 1 പ്ലസ് GM എന്ന് പറയുന്നത് 4 ഇൻറ്റു 10⁻³ ഇൻറ്റു RS എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 10³. ഓക്കെ, ഇതിൽ ഈ 10³ 10⁻³ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അപ്പോൾ നമുക്ക് വരിക -12 ഡിവൈഡ് ബൈ 1 പ്ലസ് 2 വരും വിച്ച് ഈസ് ഈക്വൽ ടു -12 ഡിവൈഡ് ബൈ 3 വരും. അപ്പോൾ -4 വരിക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ കോൾപിറ്റ്സ് ഓസിലേറ്റർ യൂസസ് 2 capacitors of 200 picofarad each and an inductor of 2 millihenry. What is the oscillation frequency? നമുക്കറിയാം നമ്മളുടെ 2 കപ്പാസിറ്റേഴ്സ് പാരലൈറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഫ്രീക്വൻസി F is equal to 1/2π√L ഇൻറ്റു സി ഇക്വലൻ്റ് ആണ് വരിക. സി ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഇത് 2 കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് C1 C2 ബൈ C1 പ്ലസ് C2 ആണ് നമ്മൾ സാധാരണ ചെയ്യുക. അതിൻ്റെ ആവശ്യമില്ല, കാരണം രണ്ടും ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആയതുകൊണ്ടേ നമ്മൾക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. അതായത് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ n, എത്ര നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് ഉള്ളത്. ഇവിടെ 2 എണ്ണം ഉള്ളത്. അപ്പോൾ 2000 ഡിവൈഡ് ബൈ 2 പൈക്കോഫാരഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1000 പൈക്കോഫാരഡ് ആണ് എന്ത് വരിക, നമുക്ക് സി ഇക്വലൻ്റ് കിട്ടുക. ഓക്കെ, ഇനി ഫ്രീക്വൻസിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 ഇൻറ്റു 3.14 ഇൻറ്റു റൂട്ട് ഓഫ് എൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻³ ഇൻറ്റു 1000 പൈക്കോഫാരഡ് ഇൻറ്റു 1000 ഇൻറ്റു 10⁻12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അപ്രോക്സിമേറ്റ്ലി ഒരു 112,536 ഹേർട്സ് ആണ് വരിക, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 112 കിലോ ഹേർട്സ് ആണ് അല്ലേ. ഇവിടെ 112 കിലോ ഹേർട്സ് ഇല്ല, കിലോ ഹേർട്സ് റേഞ്ചിൽ. പിന്നെ അതിനോട് കുറച്ചുകൂടെ സമാനമായിട്ടുള്ളത് ഏതാണ്, 120 കിലോ ഹേർട്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം. ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ദ പാസ് ബാൻഡ് ഗെയിൻ ഓഫ് ദ ഫിൽറ്റർ ഗിവൺ ബിലോ. തന്നിരിക്കുന്ന
ഫിൽറ്ററിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം, പാസ് ബാൻഡ് ഗെയിനും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ആദ്യം ഏത് ഫിൽറ്ററാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ നമുക്ക് കാണുമ്പോൾ അറിയുന്നുണ്ട് അത് ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ആണ്. ഫസ്റ്റ് ഓർഡർ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫിഗറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം. എഫ് സി ഇസ് ഈക്വൽ ടു എന്താണ്? 1/2πRC ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 3.14 ഇൻറ്റു RC എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് വാല്യൂ ആണ് എടുക്കുക? ആ ഇൻപുട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇൻറ്റു R ഇൻറ്റു C എന്ന് പറയുമ്പോൾ അതിൽ R 7.9K തന്നിട്ടുണ്ട്. 7.9 ഇൻറ്റു 10⁻³ ഇൻറ്റു കപ്പാസിറ്റർ എന്ന് പറയുന്നത് 0.01 ഇൻറ്റു 10⁻⁻6. ഓക്കെ, ഇതൊക്കെ താഴെ വരുന്നതാണേ, ഇത്രയും ഭാഗം താഴെ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. അത് ഏതാണ്ട് എന്തിനോട് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.55 ഈക്വൽ ആയിരിക്കും. കാരണം താഴെ 10⁻⁻⁻ എന്നുള്ള സാധനം ഇപ്പോൾ മുകളിൽ പോകുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒരു 1.59 കിലോഹെർട്സിൻ്റെ റേഞ്ചിലാണ്. അതായത് ഏതാണ്ട് അത് 2 കിലോഹെർട്സ് റേഞ്ചിലുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് വരാം? ഇത് ഈ ഒരു ഓപ്ഷൻ ഉള്ളൂ അല്ലേ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി FC is equal to 2 കിലോഹെർട്സ് എന്ന് കിട്ടി. അടുത്തത് പാസ് ബാൻഡ് ഗെയിൻ ആണ്. പാസ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് ഏതാ കോൺഫിഗറേഷൻ നോക്കുക. അവിടെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് അല്ലേ. അപ്പം നമുക്ക് എന്താ വരിക? 1 + RF/R1. അതായത് 1 + രണ്ടും സെയിം തന്നെയാണ്. 10K / 10K ചെയ്യുന്ന സമയത്ത് 1/1 അത് 1 കിട്ടും. അപ്പോൾ 1 + 1 = 2 കിട്ടും. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് ഫ്രീക്വൻസി 2 കിലോഹെർട്സും വരും. അതുപോലെ തന്നെ പാസ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് 2 വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് സെൻറ്റർ ഫ്രീക്വൻസി ഓഫ് എ PLL ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫ്രീ റണ്ണിംഗ് ഫ്രീക്വൻസി ഓഫ്. PLLന്റെ സെൻറ്റർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതിൻ്റെ ഫ്രീ റണ്ണിംഗ് ഫ്രീക്വൻസി ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ആ സെൻറ്റർ ഫ്രീക്വൻസി മെയിനായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് ഏതാണ്? ഫേസ് ഡിറ്റക്ടർ, VCO, ആംപ്ലിഫയർ, ലോ പാസ് ഫിൽറ്റർ. അത് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 555 മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഹാസ് R is equal to 1000 കിലോ തന്നിട്ടുണ്ട്. ടൈം ഡിലേ 11 സെക്കൻഡ് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ദ കപ്പാസിറ്റൻസ് ചോദിക്കുന്നത് നമുക്കറിയാം. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ടൈം ഡിലേ എന്ന് പറയുന്നത് 1.1 ഇൻറ്റു RC ആണ് അല്ലേ. നമുക്ക് ഡിലേ വന്നിട്ടുണ്ട്, 11 സെക്കൻഡ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. C ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ C കണ്ടുപിടിക്കണമെങ്കിൽ 11 / 1.1 ഇൻറ്റു റെസിസ്റ്റൻസ് 10 ഇത് 3യും കിലോൻ്റെ 3, അപ്പോൾ 10⁻6 വരും. അത്രയാണ് അതിൻ്റെ കപ്പാസിറ്റൻസ് വരുന്നത്. ഇത് ഏതാണ്ട് 1, ഇതൊരു 0.1 അല്ലേ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 11/11 ഇൻറ്റു 10⁻5 വിച്ച് ഈസ് ഈക്വൽ ടു 10⁻⁻5 ആണ്. 10⁻⁻5 എന്ന് പറയുന്നത് എത്ര മൈക്രോ ഫാരഡ് ആണ്? 10⁻⁻5 എന്ന് പറയുന്നത് എത്ര മൈക്രോ ഫാരഡ് ആണ്? 10⁻⁵ ഫാരഡ് എന്ന് പറയുന്നത് which is approximately equal to 0.1 മൈക്രോ ഫാരഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ 555 ടൈമർ ഇൻ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷൻ മോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ്. ഒരു 555 ടൈമർ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തായിട്ടാണ് യൂസ് ചെയ്യുക? അത് അതിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. സ്ക്വയർ വേവ് ഓസിലേറ്റർ, ഫ്രീ റണ്ണിംഗ് റാമ്പ് ജനറേറ്റർ, ഷ്മിറ്റ് ട്രിഗർ അല്ല, അത് പിന്നെ നമ്മൾ വഹിച്ചിട്ടുള്ള നമുക്കറിയാം. ഫ്രീക്വൻസി ഡിവൈഡർ ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രീക്വൻസി ഡിവൈഡിങ്ങിന് വേണ്ടിയിട്ട് എന്നിട്ട് എനിക്ക് ലെക്ചറിൽ തന്നെയാണ്, പക്ഷേ ഏത് വർഷം എനിക്ക് ഓർമ്മയില്ല. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് തോന്നണോ, ഓർമ്മ കിട്ടുന്നില്ല. ശരി, അപ്പോൾ അതിൽ ഏതാ വരിക? അപ്പോൾ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷൻ്റെ 555 ടൈമറിൻ്റെ ഏതാ വരിക? അത് ഫ്രീക്വൻസി ഡിവൈഡർ ആണ്. ഓപ്ഷൻ സി. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട് ഫ്രീക്വൻസി ഡിവൈഡർ ആയിട്ടും. ടൈമർ പ്രധാനമായിട്ടും നമ്മൾ ഡിലേസും ടൈമേഴ്സൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. ഫ്രീക്വൻസി ഡിവൈഡിങ് ഓപ്ഷൻ കൂടെ മോണോസ്റ്റേബിൾ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്. ലോ ഫ്രീക്വൻസി ഗെയിൻ ആൻഡ് ഓപ്പ്-ആമ്പ് ഇന്റഗ്രേറ്റർ ഈസ് ലിമിറ്റഡ് ബൈ ആഡിങ്. ഒരു ഇന്റഗ്രേറ്ററിൽ ലോ ഫ്രീക്വൻസി ഗെയിൻ എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ ആഡിങ് എ കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഇൻപുട്ട്
A resistor connected in series with the input, capacitor connected across the output, a resistor connected across the feedback capacitor. എങ്ങനെയാണ് അത് വരിക? 37 ഓപ്ഷൻ ഡി ആ വരിക. A resistor connected across the feedback capacitor. ഈ പറയുന്ന നമുക്കറിയാം ഇന്റഗ്രേറ്റർ പറയുന്ന സമയത്ത് അവിടെ ഫീഡ്ബാക്കിൽ വരുന്നത് ഒപ്പാമ്പിന്റെ ഫീഡ്ബാക്കിൽ വരുന്നത് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒപ്പാമ്പിന്റെ ഫീഡ്ബാക്കിൽ കപ്പാസിറ്ററും അവിടെ ഇൻപുട്ട് ആൻഡ് റെസിസ്റ്റർ വരെ. ഇതിൽ ഈ പറയുന്ന റെസിസ്റ്ററിന് കപ്പാസിറ്ററിന് അക്രോസ് റെസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലോ ഫ്രീക്വൻസി ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ വിത്ത് ഗെയിൻ യൂണിറ്റി, ഇതിൽ അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. യൂണിറ്റി ഗെയിൻ ആണ്, നോ ഫീഡ്ബാക്ക് ആണ്, അതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ അത് ഏതാ വരിക? ഡിഫറൻസ് ആംപ്ലിഫയർ, വോൾട്ടേജ് ഫോളോവർ, സമ്മിങ് ആംപ്ലിഫയർ, ഇൻവെർട്ടർ. ഏതാണ് യൂണിറ്റി ഗെയിൻ ആയിട്ടുള്ളത്? അത് നമ്മുടെ വോൾട്ടേജ് ഫോളോവർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് വാട്ട് ഇസ് ദ ഫീഡ്ബാക്ക് എലമെന്റ് ഓഫ് എ ലോഗരിതമിക് ആംപ്ലിഫയർ അല്ലേ. ഓരോ ആംപ്ലിഫയറിന്റെ ഫിഗർ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫീഡ്ബാക്കിൽ ഏതാ കോമ്പണന്റ്? കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഡയോഡ്, ഇൻഡക്ടർ. ഏതാണ് അവിടെ ലോഗരിതമിക് ആംപ്ലിഫയറിന്റെ ഫീഡ്ബാക്കിൽ വരുന്നത്? ഡയോഡാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് വെയിൻ ബ്രിഡ്ജ്, ഇപ്പോഴത്തെ രണ്ടാമത്തെ വെയിൻ ബ്രിഡ്ജ് ആണ് അല്ലേ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എംപ്ലോയ്സ് ഓപ്പ്-ആംപ് ആസ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, നൺ ഓഫ് ദ എബോവ്. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഓപ്പ്-ആമ്പിൽ അത് എന്തായിട്ടാണ് നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എംപ്ലോയ്സ് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ അവിടെയാണ് നമ്മളവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പ്-ആമ്പ്. ഓപ്പ്-ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഫിനിറ്റ് CMRR ആണ്, ഇൻഫിനിറ്റ് ഇൻപുട്ട് റെസിസ്റ്റൻസ്, സീറോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, സ്ലീവ് റേറ്റ് ഇൻഫിനിറ്റ് ആണ്. നമ്മൾ ഐഡിയൽ കേസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് സീറോ സ്ലീവ് റേറ്റ് ആണ്, അല്ല ഇൻഫിനിറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ PSRR അവിടെ സീറോ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഒക്കേഴ്സ് ഇൻ. വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഏതിലാണുള്ളത്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓൾ ഓഫ് ദ എബോവ്. എല്ലാത്തിലും ഉണ്ടോ? ഇല്ല അല്ലേ. നമുക്കറിയാം വിർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ കാണുന്ന ഒന്നാണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ അതില്ല. പകരം വിർച്വൽ ഷോർട്ട് എന്നുള്ളൊരു ഫിനോമിന അവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ് ഇൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക്, ടൈപ്പ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ്ഡ് ഇൻ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട്, കറണ്ട് സീരീസ്, കറണ്ട് ഷണ്ട്. ഏതാ? അത് അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അത് വോൾട്ടേജ് ഷണ്ട് ആണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക്. 741 op-amp has a slew rate of 0.5 volt per microsecond. What is the maximum frequency and input sinusoid of peak value 5 volt at which distortion sets in due to slew rate limitation? നമ്മൾ slew rate ന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. slew rate is equal to 2pi f into am എന്ന് പറഞ്ഞുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ vm എന്നോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൽ ആ ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫ്രീക്വൻസി, ആ മാക്സിമം ഫ്രീക്വൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ SR ഡിവൈഡഡ് ബൈ 2pi ഇൻറ്റു VM പീക്ക് വാല്യൂ. അതായത് സ്ലൂ റേറ്റ് 0.5 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10⁻⁶ ആണ് വരിക. അത് ഇൻറ്റു 10⁶ നമുക്ക് എഴുതാൻ പറ്റും. ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.5 ആണ്, 2 ഇൻറ്റു 3.14 ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു വാല്യൂ കിട്ടും. 15915.5 ഹേർട്സ് എന്ന് കിട്ടും, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15.92 കിലോ ഹെർട്സ് ആണ്. ഏതാ വരിക? ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിറ്റി ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ഓഫ് 741 op-amp എന്ന് പറയുന്നത് 1 MHz തന്നിട്ടുണ്ട്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. വോൾട്ടേജ് ഗെയിൻ 40 ഡെസിബൽ ആണ്. അങ്ങനെയെങ്കിൽ ചോദ്യം എന്താണ്? നമ്മളുടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? അബിൽ എക്സ്പെക്ട് അതിന്റെ ബാൻഡ് വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1 MHz തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 10⁶ ആണ് അല്ലേ. ഇനി നമ്മൾക്ക് ഗെയിൻ എന്ന് പറയുന്നത് 40 ഡെസിബൽ ആണെങ്കിൽ അത് മാറ്റണേ. അപ്പം നമുക്ക് ചെയ്യാനായിട്ടുള്ളത് 20 log അല്ലേ, 20 log AV ആണ്, ഗെയിൻ ആണ് 40. അങ്ങനെയാണെങ്കിൽ log AV എന്ന് പറയുന്നത് 40/20 is equal to
2 വന്നു അല്ലേ. അപ്പോൾ എ ബി കിട്ടണമെങ്കിൽ 10⁻² വരും അല്ലേ. അപ്പോൾ ഇതിൽ ഗെയിൻ ഇപ്പം നമുക്ക് 10² കിട്ടി. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 10⁻6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 10⁻6 ഡിവൈഡ് ബൈ 10⁻². അപ്പോൾ ഇത് മുകളിലേക്ക് പോകുന്ന സമയത്ത് 10⁻4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 kHz ആണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു പ്രോബ്ലം ആണ്. ഫോർ ദ ഓപ്പ് ആംപ് സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ. ഇതിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമുക്ക് രണ്ടിലേക്കും കൂടെ ഒരു കോമൺ ആയിട്ടുള്ള 2 വോൾട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവേർട്ടിങ്ങും അതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ കൺസിഡർ ചെയ്തിട്ട് ചെയ്യാം അല്ലേ. അപ്പം നമ്മൾക്ക് ഇവിടെ ഔട്ട്പുട്ട് വി ഔട്ട് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് വി ഇൻ ഇൻറ്റു അതിൻ്റെ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ്റെ ആ ഗെയിൻ എടുക്കുന്നത് -3/1 അല്ലേ. ഓക്കെ, അതായത് നമുക്ക് -RF/R1 എന്നുള്ള അതിൻ്റെ കൂടെ തന്നെ താഴെ വീണ്ടും നമുക്ക് ഇൻപുട്ട് വരുന്നത് 2 ആണ്. 2 ഇൻറ്റു ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 + RF/R1 ആണ് അല്ലേ. 1 + RF/R1 ഇൻറ്റു ഈ പറയുന്ന രണ്ട് റെസിസ്റ്റൻസിൻ്റെയും ഇക്വാലൻ്റ് എന്താ വരിക, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/1 + 1 അല്ലേ. R2 ഡിവൈഡ് ബൈ R1 + R2 എന്നുള്ളത്. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, -6 + 2 ഇൻറ്റു 1 + 3 4 ഇൻറ്റു 1/2. ഓക്കെ, -6 + 4 ഈസ് ഈക്വൽ ടു -2 ആണ് നമ്മൾക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഷ്മിറ്റ് ട്രിഗർ ഷോൺ ഇൻ ദ ഫിഗർ. ദ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു 5 kΩ തന്നിട്ടുണ്ട്. വിത്ത് സാച്ചുറേഷൻ വോൾട്ടേജ് ഓഫ് ±10 വോൾട്ട് ആണ്. ഹിസ്റ്ററിസിസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹിസ്റ്ററിസിസ് വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം അപ്പർ ത്രഷോൾഡ് അല്ലേ, UTP എന്ന് പറയുന്നത് Vsat ഇൻറ്റു R1/R1 + R2 ആണെന്ന് അറിയാം. അതേപോലെ തന്നെ ലോവർ ത്രഷോൾഡ് പോയിന്റ് LTP എന്ന് പറയുന്നത് -Vsat ഇൻറ്റു R1/R1 + R2 എന്നറിയാം. ഇതിൽ നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Vsatന്റെ സ്ഥാനത്ത് നമ്മൾ 10 കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ 10 ഇൻറ്റു R1 എല്ലാത്തിൻ്റെ വാല്യൂ സെയിം ആണ്. 5/5 + 5 ഇതിൻ്റെ പ്ലസ് ഓർ മൈനസ് ആണ് നമുക്ക് വാല്യൂസ് നമുക്ക് വരിക അല്ലേ. അപ്പോൾ എന്താ വരിക, ±10 ഇൻറ്റു 5 + 5 10 ഇതൊന്നും ക്യാൻസൽ ചെയ്തു ±5 വോൾട്ടാണ് വരിക. അതായത് +5 വോൾട്ടും അതുപോലെ തന്നെ -5 വോൾട്ടാണ് അപ്പറും ലോവർ ത്രഷോൾഡും വരിക. നമുക്കറിയാം ഹിസ്റ്ററിസിസ് വോൾട്ടേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, അപ്പർ ത്രഷോൾഡ് മൈനസ് ലോവർ ത്രഷോൾഡ് അല്ലെ. അപ്പർ ത്രഷോൾഡ് അപ്പോൾ +5 ആണ്, മൈനസ് ലോവർ ത്രഷോൾഡ് -5 ആണ്. അപ്പോൾ 5 + 5 ഈസ് ഈക്വൽ ടു 10 വോൾട്ട് ആണ് വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഈ കമ്പാരേറ്റർ വിത്ത് 0 റെഫറൻസ് വോൾട്ടേജ് ഈസ് കാൾഡ്. ഒരു കമ്പാരേറ്ററിന് 0 റെഫറൻസ് വോൾട്ടേജ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഷ്മിറ്റ് ട്രിഗർ ഒന്നും അല്ല. 0 റെഫറൻസ് വോൾട്ടേജ് വരുന്നത് ഇതിലാണ്, സീറോ ക്രോസിംഗ് ഡിറ്റക്ടർ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഔട്ട്പുട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ആൻ ഓപ്പ് ആംപ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ക്യാൻ ബി ലിമിറ്റഡ് ബൈ ദ യൂസ് ഓഫ്. നമുക്ക് ഒരു ഓപ്പ് ആംപ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ലിമിറ്റ് ചെയ്യാന്നാണ് ചോദിക്കുന്നത് അല്ലെ. പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സെനഡയോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ലിമിറ്റ് ചെയ്യാം അല്ലെ. സെനഡയോഡ് പറയുമ്പോൾ ഇത്ര വാല്യൂ വരെ വരുള്ളൂ, അതായത് നമുക്ക് അതിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഒന്നും നമുക്ക് യൂസ് ചെയ്തിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് V ഓഫ് ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് ഇൻപുട്സ് V1 ഈസ് ഈക്വൽ ടു 2 വോൾട്ട്, V2 ഈസ് ഈക്വൽ ടു 4 വോൾട്ട്. മുമ്പ് ചെയ്ത് അതേ തന്നെ അവിടെ രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഒന്ന് തന്നിരിക്കുന്നു. ഇവിടെ രണ്ടും സെപ്പറേറ്റ് വോൾട്ടേജ് കൊടുക്കണമെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് സൂപ്പർപൊസിഷൻ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ. ഇതിലുള്ള വാല്യൂ എന്ന് പറയുന്നത് V01 ഇതെന്ന് പറയുന്നത് V02 ആണെന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ V01 എന്ന് പറയുന്നത് അത് ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ -RF/R1 ഇൻറ്റു ഇൻപുട്ട് ആണല്ലോ വരിക. ഇതിൽ -10K ഡിവൈഡഡ് ബൈ 5K ഇൻറ്റു ഇൻപുട്ട് എന്ന് പറയുന്നത് V1ന്റെ വാല്യൂ 2 തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വരിക, -2 ഇൻറ്റു 2 വരും -4 വോൾട്ട് ആണ് V01 വരിക അല്ലേ. ഇനി V02 ആണെന്നുണ്ടെങ്കിൽ അത് നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ. അപ്പോൾ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 + RF/R1 ഇൻറ്റു ആ പറയുന്ന റെസിസ്റ്റൻസ് അല്ലേ, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം ഇൻറ്റു നമ്മളുടെ അവിടെ V2ന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ എന്താ വരിക, 1 + RF എന്ന് പറയുന്നത് ഇവിടെ 10K ഡിവൈഡഡ് ബൈ
5K ആണ്. ഇൻറ്റു എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? എല്ലാം പിന്നെ 5 ആയതുകൊണ്ട് തെറ്റാനില്ല. 5/5 + 5 × 4 വോൾട്ട് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ 1+ എന്ന് വരുമ്പോൾ 1 + 10/5 എന്ന് പറയുന്നത് 2 ആണ്. ഇൻറ്റു 5 + 5 + 5 5/10 വരും. അത് 1/2 ആണ്. ഇൻറ്റു 4 വരും. ഓക്കെ, 2 + 1 3. അപ്പോൾ 3 × 4/2 വരും, which is equal to 6 വോൾട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടി. അപ്പോൾ മൊത്തം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V is equal to V01 + V02 ആണ് അല്ലേ? V0 എന്ന് പറയുന്നത് which is equal to -4 + 6 which is equal to 2 വോൾട്ട് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയുടെ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ്. അപ്പോൾ താരതമ്യേന പ്രതീക്ഷിച്ചതിനേക്കാളും എളുപ്പമായിരുന്നു. കട്ട് ഓഫ് നല്ലോണം കൂടാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതിൽ വന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ നല്ലോണം പഠിച്ചിട്ട് പോയിട്ടുള്ള, ശരിക്കും എല്ലാവരും ഒരുവിധമൊക്കെ ഗേറ്റ് ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള ആളുകളായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹൈ ലെവലിൽ നോക്കിയിട്ട് വളരെ ബേസ് മുതൽ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കേരള PSC എക്സാം. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനേക്കാളും ടഫായിട്ട് ചോദിച്ചിട്ടുള്ള ചെറിയ പരീക്ഷകളൊക്കെ മുമ്പുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഈ എക്സാം നന്നായി എഴുതാൻ സാധിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിൽ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ച് അടുത്ത് വരുന്ന ഇലക്ട്രോണിക്സ് എക്സാമുകൾ ഇനിയും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ പറ്റിയതൊരു അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അത് ഇനി മെയിലിൽ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം റിവിഷനും അതുപോലെ തന്നെ മാക്സിമം റിവിഷൻ തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. റിവിഷൻ അതന്നെയായിരിക്കാം നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ മാക്സിമം റിവിഷൻ ചെയ്യുക. ആ റിവിഷൻ ചെയ്യാത്തത് കൊണ്ടുള്ള മിസ്റ്റേക്സ് ഒരുവിധം എല്ലാവർക്കും വന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ കുറേ പേരൊക്കെ ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും പരീക്ഷ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് നല്ല കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്കും എന്തായാലും വരുന്ന എക്സാമുകൾക്കും വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിന് എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തായാലും ഇത്ര ടഫൊന്നും അല്ല, ഈ ലെവലായിരിക്കില്ല. കുറച്ചുകൂടി ഡിപ്ലോമ ലെവലായതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. നമുക്കത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന ഇലക്ട്രോണിക്സ് എക്സാമുകൾക്ക് ഇപ്പം എന്തൊക്കെയാണോ നിങ്ങൾക്ക് കോമൺ ആയിട്ട് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി വരുന്ന 2-3 മാസം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അതിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.